പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. NMMS സ്കോളർഷിപ്പ് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിന് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. 30/9/2022 അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ്. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ വല്ല തെറ്റുകളും നിങ്ങളുടെ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് കണ്ടെത്തിയാൽ ആ തെറ്റുകൾ തിരുത്താനുള്ള അവസരം 16/10/2022 വരെയുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ NMMS എക്സാമിനേഷൻ എഴുതി അതിൽ ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. വെബ്സൈറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ലിങ്ക് താഴെ നൽകുന്നതാണ്. NMMS എക്സാം നിങ്ങൾ പാസ്സായത് കൊണ്ട് മാത്രം കാര്യമില്ല. ഈ സമയം ഈ ഒരു വെബ്സൈറ്റ് വഴി സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ സ്കോളർഷിപ്പിൻ്റെ തുക ലഭിക്കുകയുള്ളൂ. ഓരോ വർഷവും 12,000 രൂപയാണ് ലഭിക്കുക. അതായത് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും 12,000 രൂപ വീതം ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്തു. പിന്നീട് 10, 11, 12 ക്ലാസ്സുകളിൽ സ്കോളർഷിപ്പ് ലഭിക്കണമെങ്കിൽ ഓരോ വർഷവും നിങ്ങൾ അപേക്ഷ പുതുക്കി നൽകണം, റിന്യൂ ചെയ്ത് നൽകേണ്ടതാണ്. അങ്ങനെ മുൻ വർഷങ്ങളിൽ സ്കോളർഷിപ്പ് ലഭിച്ചവർക്ക് ഇപ്പോൾ അപേക്ഷ പുതുക്കി നൽകാൻ വെബ്സൈറ്റിൽ സൗകര്യമുണ്ട്. അതിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് 30/9/2022 തന്നെയാണ്. ഇനി അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ എന്തൊക്കെയെന്ന് നോക്കാം. നിങ്ങളുടെ ഉപയോഗത്തിലുള്ള മൊബൈൽ നമ്പർ വേണം, ആധാർ നമ്പർ വേണം, ഇമെയിൽ ID വേണം, അതുപോലെ ബാങ്ക് അക്കൗണ്ട് നമ്പറും അതിൻ്റെ IFSC കോഡും വേണ്ടതാണ്. വിദ്യാർത്ഥികളുടെ സ്വന്തം പേരിലുള്ള ബാങ്ക് അക്കൗണ്ടാണ് ഉചിതം. ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായും ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം. അതേസമയം 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ ജോയിൻ്റ് അക്കൗണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അതായത് വിദ്യാർത്ഥിയുടെയും രക്ഷിതാവിൻ്റെയും പേരിലുള്ള ജോയിൻ്റ് അക്കൗണ്ടും ഉപയോഗിക്കാവുന്നതാണ്. വെബ്സൈറ്റിൽ ഈ കാണുന്ന ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴിയാണ് ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകേണ്ടത്. അതേസമയം മുൻപ് 9ാം ക്ലാസ്സിൽ സ്കോളർഷിപ്പ് ലഭിച്ചു, ഈ വർഷം അപേക്ഷ പുതുക്കി നൽകേണ്ട, റിന്യൂ ചെയ്യേണ്ട വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ റിന്യൂ ആപ്ലിക്കേഷൻ എന്ന ഈ ഒരു ലിങ്ക് വഴിയാണ് മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ പുതുക്കി നൽകുന്നവർ കഴിഞ്ഞ വർഷത്തെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചാണ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടത്. അതേസമയം ഈ വർഷം പുതിയതായി അപ്ലൈ ചെയ്യുന്നവർ ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ പ്രസ് ചെയ്താൽ ഇങ്ങനെ ഒരു പേജിലേക്കാണ് എത്തുക. ഇവിടെ ഈ കാണുന്ന ഒരു ലിങ്ക് വഴിയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. പിന്നീട് വരുന്ന ഈ ഒരു ചെറിയ വിൻഡോയിൽ ഓക്കെ എന്നതിൽ പ്രസ് ചെയ്യേണ്ടതാണ്. അടുത്ത പേജിൽ ഏറ്റവും താഴെ നൽകിയിട്ടുള്ള എല്ലാ ചെക്ക് ബോക്സുകളിലും ടിക്ക് ചെയ്ത ശേഷം ഏറ്റവും താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. അടുത്ത പേജിൽ വിദ്യാർത്ഥിയുടെ കൃത്യമായിട്ടുള്ള പേര്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ഇമെയിൽ ID, ആധാർ നമ്പർ, കാസ്റ്റ്, ആനുലിംഗം തുടങ്ങിയ ഡീറ്റെയിൽസുകളെല്ലാം കൃത്യമായിട്ട് നൽകി രജിസ്ട്രേഷൻ നടത്തുക. പിന്നീട് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ നിങ്ങൾ നൽകിയ പാസ്വേഡും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ഒരു വിദ്യാർത്ഥിയുടെ ആപ്ലിക്കേഷൻ എങ്ങനെ പൂർണ്ണമായിട്ട് ചെയ്യും എന്നുള്ള കാര്യം ഡെമോ വീഡിയോ ആയിട്ട് കാണിക്കാൻ നിർവാഹമില്ല. കാരണം NMMS എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത പാസ്സായ ഒരു വിദ്യാർത്ഥിയുടെ ഡീറ്റെയിൽസ് എൻ്റെ കൈവശമില്ല. അതാണ്, നിങ്ങൾ ക്ഷമിക്കണം. എന്തു തന്നെ ആയാലും നിങ്ങൾ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ കുറേ ഡീറ്റെയിൽസുകൾ നൽകേണ്ടി വരുന്നതാണ്. നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസ്, നിങ്ങൾ മുൻപ് പഠിച്ചിരുന്ന സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം നൽകേണ്ടി വരുന്നതാണ്. എല്ലാം കൃത്യമായിട്ട് നൽകി കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ പേജിലാണ് NMMS സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കാണിക്കുക. എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ അങ്ങനെ ഒരു ലിങ്ക് കാണിക്കുകയുള്ളൂ, അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് അത് കാണിക്കുന്നതല്ല. കൂടാതെ ആ ഒരു അവസാനത്തെ പേജിൽ ബൊണഫൈഡ് സർട്ടിഫിക്കറ്റ് എന്നൊരു രേഖ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാണിക്കുന്നതാണ്. ബൊണഫൈഡ് സർട്ടിഫിക്കറ്റ് എന്നാൽ ഒരു വെരിഫിക്കേഷൻ ഫോമാണ്. നിങ്ങൾ ഇപ്പോൾ ഏത് സ്ഥാപനത്തിലാണ് പഠിക്കുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു രേഖയാണത്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത ശേഷം അതിൽ നിങ്ങളുടെ ഫോട്ടോ പതിച്ച് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ കൊണ്ടുപോയി സൈൻ ചെയ്ത് സീൽ ചെയ്ത് വാങ്ങിക്കേണ്ടതാണ്. അതിനുശേഷം ആ ഒരു ബൊണഫൈഡ് സർട്ടിഫിക്കറ്റ് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിഷൻ നടത്തേണ്ടത്. ഫൈനൽ സബ്മിഷൻ നടത്തി കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ടും മറ്റ് അനുബന്ധ രേഖകളും നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ 30/9/2022 മുമ്പായി നൽകേണ്ടതാണ്. പ്രിൻ്റ് ഔട്ടിൻ്റെ കൂടെ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി വേണം, ആധാറിൻ്റെ കോപ്പി വേണം, ബൊണഫൈഡ് സർട്ടിഫിക്കറ്റ് വേണം, സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം. സ്കൂൾ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ജനനസ്ഥലവും ജാതിയും രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ജാതി സർട്ടിഫിക്കറ്റും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും നൽകേണ്ടതാണ്. കൂടാതെ എല്ലാവരും വരുമാന സർട്ടിഫിക്കറ്റും നൽകേണ്ടതാണ്. വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 1 വർഷമാണ്. അപ്ലിക്കേഷൻ നൽകിയാൽ അത് ഉയർന്ന ഓഫീസിലേക്ക് പ്രോസസ്സ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കൂളിൽ നിന്നാണ്. അഥവാ നിങ്ങൾ നൽകിയ അപേക്ഷയിൽ വല്ല തെറ്റുകളും സ്കൂളിൽ നിന്ന് കണ്ടെത്തിയാൽ അവർ ഡിഫക്റ്റ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഡിഫക്റ്റ് എന്ന് റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് 16/10/2022 വരെ ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുകൊണ്ട് അപ്ലിക്കേഷൻ നൽകുന്ന എല്ലാവരും ഉടൻ തന്നെ അത് സ്കൂളിലേക്ക് എത്തിക്കേണ്ടതാണ്. അങ്ങനെ വേഗം നൽകിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ അപേക്ഷയിൽ വല്ല തെറ്റുകളും കണ്ടെത്തിയാൽ അത് തിരുത്താനുള്ള സമയം നിങ്ങൾക്ക് ആവശ്യത്തിന് ലഭിക്കുകയുള്ളൂ. പലതരത്തിലുള്ള സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.